حق تقاته ولا تموتن إلا وأنتم مسلمون. ഈ യോഗം നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ഹബീബ് കോഴിക്കൽ, കാരണവന്മാരെ, സംഘാടകരെ, ഇതിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, തുടക്കത്തിൽ ബഹുമാന്യനായ ഉമർ ഫാറൂഖ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, രക്ഷിതാവിങ്കൽ നിന്നുള്ള ഉദർ കിട്ടാൻ വേണ്ടി, അഥവാ അല്ലാഹു ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലല്ലോ, അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങൾ മറന്നുപോയപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയില്ലല്ലോ എന്ന റബ്ബിൻ്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതവർക്ക് വിശദീകരിച്ചു കൊടുക്കുക, തെറ്റിദ്ധരിച്ചു പോയ വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ വസ്തുത മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം ആണിതിന് ഉള്ളത്. ആ ഒരു ലക്ഷ്യത്തിൽ കൂടി തന്നെയായിരിക്കണം ഇതിലെ ഓരോ പ്രഭാഷകന്മാർക്കും അവർ സംസാരിക്കേണ്ട വിഷയങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക എന്നത്. അതിന് ഇതുപോലെ ഒരു ഓഡിറ്റോറിയം, മൈക്ക് സംവിധാനം, നോട്ടീസ്, ബാനർ, സ്റ്റേജ്, സ്പീക്കർ, ഇതൊക്കെ ഇല്ലെങ്കിൽ ദഅവത്ത് നടക്കുകയില്ല എന്ന് പിൽക്കാലത്ത് തെറ്റിദ്ധരിച്ചു പോയ പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനാ പ്രവർത്തകന്മാർക്ക് ദഅവത്ത് നടത്തണമെങ്കിൽ ഭീമമായ സാമ്പത്തിക ബാധ്യതയും ചെലവുമൊക്കെ വരുന്ന തരത്തിലുള്ള മഹാസംഭവങ്ങൾ വേണം, എങ്കിലേ ജനങ്ങൾ ശ്രദ്ധിക്കൂ എന്ന ഒരു നിലപാടിൽ നിന്ന് മാറി ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്നത് മക്കൾക്ക് വാപ്പ ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, പരസ്പര ഉപദേശങ്ങൾ, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, സഹപ്രവർത്തകന്മാരെ, അറിയുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്ന, അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടുകയും, ദഅവത്ത് എന്ന് പറയുന്നത് ഒരു തരം മേളകളും മഹാസംഭവങ്ങളും അതിനുശേഷം അതിനെ തുടർന്നുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിചാരണകളും, അതങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ദഅവ രംഗം വളരെ മലീമസമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. കമൻറ്റുകളിൽ കൂടി ചീത്ത പറയുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും വേറൊരാളുടെ ജീവിതത്തിലെന്നോ ഉണ്ടായ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് കടിച്ചു കീറുകയും ചെയ്യുന്ന ഒരു ദഅവത്തിലേക്ക്
പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് അപകടകരമായ ഒരു കാര്യമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത്, അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു കമാൻഡ് വായിച്ചപ്പോൾ അദ്ദേഹത്തെ തന്നെ വിളിച്ചു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ആ ഒരു കമാൻഡ് ചെയ്തത്. ആ ഒരു പദപ്രയോഗം നിങ്ങൾ ആരോട് പ്രയോഗിച്ചുവോ, ആരെപ്പറ്റിയാണോ, അയാളത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലും അയാൾ മാപ്പ് ചെയ്താലേ നിങ്ങൾക്ക് അത് മാപ്പായി കിട്ടുകയുള്ളൂ, അല്ലാഹു തആല മാപ്പാക്കി തരുകയുള്ളൂ. പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അയാൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടും പറയും. ഈ നിലക്കല്ല യഥാർത്ഥത്തിൽ നമ്മൾ ദഅവത്ത് വേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദഅവത്തിൻ്റെ തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്. പൂർവികന്മാർ ജനങ്ങളെ പ്രബോധനം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ കൽപ്പന എന്താണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. പ്രബോധനം നടത്താൻ വേണ്ടി അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉത്തരവാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നിങ്ങനെ വായിച്ച് പഠിക്കണം, ഓതി പഠിക്കണം, വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പിന്നീട് ഖുർആനിൻ്റെ അവതരണം കുറച്ചു കാലം നിലച്ചു പോവുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന ഉത്തരവ് ഇതാണ്: യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, ഖും, എഴുന്നേറ്റ് വാ, ഫഅൻദിർ, എന്നിട്ട് ജനങ്ങളോട് താക്കീര് നൽകുക എന്നാണ്. എന്തായിരുന്നു താക്കീര് നൽകാൻ കൽപ്പിച്ചത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ പുതപ്പിൽ നിന്ന് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന എന്നൊരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാലോ. ദസ്സിറൂനി ദസ്സിറൂനി, ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ചപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് ഈ വന്നത്, ആരാണ് വന്നത്, എന്താണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നതിനെ പറ്റിയൊന്നും മുൻധാരണയില്ലാത്ത റസൂല് പേടിച്ചുപോയി ഓടി വന്ന് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറി വന്ന് എന്നെ പുതപ്പിട്ട് മൂടിക്കൂടി, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ ആ പ്രവാചകനെയാണ് നബി അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എല്ലാ പുതപ്പുകളിൽ നിന്നും നമ്മൾ പുതപ്പിൻ്റെ മൂടി ഒഴിവാക്കി, പുതപ്പൊഴിവാക്കി രംഗത്ത് വരണം തിന്മകളെപ്പറ്റി പറയാൻ, തിന്മകളെപ്പറ്റി ഉത്ബോധിപ്പിക്കാൻ. അതൊരു മൈക്ക കെട്ടിയ തിന്മകളെപ്പറ്റിയുള്ള ഉത്ബോധനമല്ല. വാപ്പയും മക്കളും സഹോദരന്മാരും സഹോദരികളും ഗുരുനാഥന്മാരും കണക്ക് പഠിപ്പിക്കുന്നവരും അതുപോലെ സയൻസ് പഠിപ്പിക്കുന്നവരുമൊക്കെ ഉത്ബോധനം നടത്താതിരുന്നാലുണ്ടാകുന്ന, അതൊക്കെയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ചിലത് ഖുർആനും ഹദീസും അതിൻ്റെ മസ്അലകളും മുടിനാരി ഇഴകേറിയ ദഅവത്തായിരിക്കും. വേറെ കുറച്ച് കാര്യങ്ങൾ പൊതുമര്യാദകളായിരിക്കും. മുതിർന്നവരോടുള്ള ബഹുമാനവും സ്നേഹവും സാമ്പത്തിക രംഗത്തുള്ള ശുദ്ധിയില്ലായ്മയും സ്വഭാവരംഗത്തുള്ള ശുദ്ധിയില്ലായ്മയും ഇതൊക്കെ ദഅവത്ത് തന്നെയാണ്. ഈ ദഅവത്ത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ഒരപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്: വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ സമൂഹത്തിൽ നിന്ന് കുറേ ആളുകൾ പിന്നീട് ഉണ്ടാകും. അവർ തതജാറാ ബിഹിം തിൽക്കൽ അഹ്വാഉ കമാ തതജാറൽ കലബു ലിസാഹിബിഹി, അവരുടെ ദേഹേച്ഛകളായിരിക്കും അവരെ നയിക്കുന്നത്. തോന്നിയത് പറയുക,
ഇപ്പം കുറച്ച് ദേഷ്യമുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യമുള്ളതാണ് പക വീട്ടുക. ഇപ്പം നല്ല ഇഷ്ടമാണ്, അതാണ് പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നതാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ അവകൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താക്കീത് നൽകിയിട്ടുണ്ട്. കമാ തതജാറൽ കലബു ബിസാഹിബിഹി എന്ന പേവിഷം പിടിച്ച, പേപ്പട്ടി കടിച്ച് വിഷം ശരീരത്തിൽ കയറിയ ആളുടെ ശരീരത്തിൽ ലാ യബ്ഖാ മിൻഹു ഇർഖുൻ വലാ മഫ്സലുൻ ഇല്ലാ ദഖലഹു. പേപ്പട്ടി വിഷം കയറിയാൽ അവൻ്റെ എല്ലാ സന്ധികളിലും നാഡി നരമ്പുകളിലും ആ വിഷം ബാധിക്കുകയും അവസാനം അവനല്ലാതെയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമുദായം അങ്ങനെ നമ്മളല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ഖും ഫഅൻദിർ, നമ്മൾ താക്കീത് നൽകണം. മുജാഹിദുകളും ഇസ്ലാഹി പ്രവർത്തകന്മാരും സലഫികളൊക്കെ ഇതുപോലെ ഒരു പരിപാടി വെക്കുമ്പോൾ അതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ജനങ്ങളെ ചില കാര്യങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ന്യൂ ഇയർ ആയിരുന്നു. ന്യൂ ഇയറിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാരും മുതിർന്നവരും വയസ്സന്മാരും വയസ്സത്തികളും പാർക്കുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും കാട്ടിക്കൂട്ടിയ അപകടങ്ങൾ എത്രമാത്രം ഗുരുതരമാണ്. പലപ്പോഴും പേടിപ്പെടുത്തുന്ന പടച്ചവനെ എന്നാണ് ഈ ശിക്ഷ ഇറങ്ങുക, അള്ളാഹ് താക്കീത് നൽകുന്ന ശിക്ഷ എപ്പോഴാണ് ഇറങ്ങുക എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ ഉണ്ടായത്. അത് പണ്ട് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ സമൂഹത്തിലൊക്കെ അങ്ങനെയൊക്കെ അവർ അങ്ങനെ കൂത്താടി ആടി തിമിർത്തിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഇവിടെയുള്ള മുതിർന്നവർക്കറിയാം. അതൊക്കെ മാറി ആ തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നു, നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നു. ഉമ്മമാരും ഉപ്പമാരും മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ പള്ളിയിലും നമസ്കാരപ്പായയിലുമായി ഇരുന്ന് തസ്ബീഹ് മാല കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിയിരുന്ന ആ വീടുകളിൽ പോലും ഇതുപോലെയുള്ള വേണ്ടാത്തരങ്ങൾ കയറി വന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം അങ്ങനെയൊക്കെയായി. ആ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മക്കൾ രാത്രി 2 മണി വരെയും 3 മണി വരെയും വീട്ടിൽ കയറാതിരുന്നാൽ ചോദിക്കാൻ ആളില്ല. ഇനി ചോദിച്ചാലോ പറഞ്ഞാലോ തന്നെ അതൊരു കുറ്റമായി മാറുന്ന, നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ഗുരുതരമായ തെറ്റായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിയത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു നാശത്തിലേക്കാണ് നമ്മുടെ സമൂഹം, ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്ന ഈ സമൂഹം പോകുന്നത്. അതുകൊണ്ട് ഈ ഖൈറു ഉമ്മത്ത് നന്മയിലേക്ക് തിരിച്ചു വരണം. നമ്മളെ മക്കളെയും നമ്മുടെ അടുത്ത കുടുംബങ്ങളെയും നിങ്ങൾ നോക്കൂ. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2024 ഡിസംബർ 31 2025 ജനുവരി 1 തമ്മിൽ ഒരു വ്യത്യാസവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവൻ്റെ പടച്ചവനോടുള്ള ബാധ്യതയിലോ സമൂഹത്തിനോടുള്ള ബാധ്യതയിലോ കലണ്ടറിൻ്റെ ഒരു കലണ്ടർ മാറ്റിവെച്ച് മറ്റൊരു കലണ്ടർ അവിടെ തലസ്ഥാനത്ത് വരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊന്നുമില്ല. എന്താണ് ഈ ആഘോഷത്തിൻ്റെ പിന്നിൽ? ഒരുതരം അന്ധമായ, അതാണ് തതജാറാ ബിഹിം തിൽക്കൽ അഹ്വാഉ കമാ തജാറൽ കലബു. കലബ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടി വിഷം എന്നാണ്, പേവിഷം. അത് തലയിൽ കയറി ശരീരത്തിൽ നരമ്പിൽ കയറി കൂത്താട് അപകടമുണ്ടാക്കുന്ന പോലെ താൻ എന്താണ്, താൻ ആരാണ്, തൻ്റെ ഉത്തരവാദിത്തം എന്താണ്, തൻ്റെ ഉപ്പനോട് ഉമ്മനോട് തൻ്റെ സമൂഹത്തിനോട് തൻ്റെ നാടിനോട് ഇതിൻ്റെ എല്ലാം പുറമെ തൻ്റെ റബ്ബിനോട് എന്തെല്ലാം ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ചിന്തിക്കാതെ ഒരു തരം ഇളകിയ പോലെ നമ്മുടെ ഒരു തലമുറ, മുതിർന്നവരും ചെറുപ്പക്കാരുമൊക്കെ പോകുമ്പോൾ ഇതിനെ നമ്മൾ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ
അവർക്ക് നല്ല ബോധം കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരുപക്ഷെ സർവനാശത്തിൻ്റെ കാരണമാകും എന്നതാണ് ഇത്തരം പ്രബോധനങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ജനങ്ങളെ തടുത്തു നിർത്താൻ നമുക്ക് ന്യൂ ഇയർ ഉണ്ട്, നമുക്ക് പുതിയ ദിവസങ്ങളുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു പുതിയ ഒരു ഹിജറ വർഷമോ ഇനി ആവട്ടെ ക്രിസ്തു വർഷമോ ഒരു ജനുവരി 1 ഒരു വർഷക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഖബറിനോടടുത്തു. എന്നെ എല്ലാവരും കൂടി ബിസ്മില്ലാ എന്നും പറഞ്ഞ് ഖബറിലേക്ക് ഇറക്കുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ഒരു ദിവസത്തിനോട് ഞാൻ ഒരു വർഷം 12 മാസം അടുത്തു കഴിഞ്ഞു. എൻ്റെ ഖബർ കുഴിക്കുന്ന കുയ്യൻ്റെ ആ പണി തുടങ്ങാൻ 1 കൊല്ലം കൂടി ഞാൻ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. മുൻകറും നക്കീറും വന്ന് ചോദിക്കുന്ന ആ ഒരു ദിവസത്തിനോട് ഞാൻ അടുത്തു. ഈ ഒരു കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാക്കിയെടുത്തു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതാണ്. ഒരു ന്യൂ ഇയർ ആണ്, ഇസ്ലാമിക പക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പുതിയ ഒരു ഹിജറ വർഷമൊന്നുമല്ലെങ്കിലും റമദാനം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തിൽ ഏറ്റവും പുണ്യമുള്ള 30 ദിവസം നോമ്പ് നോറ്റു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നോമ്പ്. ഒരു നോമ്പ് നോറ്റാൽ 70 കൊല്ലത്തെ വഴിദൂരം അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റും എന്ന് പറയുന്ന ആ ഒരു വലിയ നോമ്പ്, ആ മഹത്തായ 70 വർഷം നരകത്തിൽ നിന്ന് അകലാൻ കാരണമാകുന്ന 30 നോമ്പ് ഞാൻ അള്ളാഹുവിന് വേണ്ടി നോൽക്കാൻ ഭാഗ്യം, ആയുസ് ലഭിച്ചു, അതിനുള്ള അവസരം ലഭിച്ചു, തൗഫീക്ക് കിട്ടി. അതിൻ്റെ സന്തോഷമാണ് നമ്മുടെ ബലിപെരുന്നാൾ. അങ്ങനെ ഒരു അമല് ചെയ്ത് സന്തോഷിക്കാൻ നമുക്ക് ഉണ്ടല്ലോ. എത്രത്തോളം? ഇപ്പം റജബ് മാസമാണ്, ഇന്നലെ മുതൽ റജബ് 1 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായും ഒരു നല്ല ഒരു പുണ്യത്തിൻ്റെ മാസമാണ്. ഇമാം ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ ഇഖ്തസല്ലാഹു 4 അശ്ഹുർ ജഅലഹുന്ന ഹറാമൻ വഅല്ലമ ഹുർമാതിഹിന്ന വജഅല ദംബ ഫീഹിന്ന അഅ്ളം. നമ്മളെ വർഷം, നമുക്ക് വർഷങ്ങൾ പുതിയതായി വരുമ്പോൾ എന്താണ് അതിൽ സന്തോഷിക്കാനുള്ളത്, പേടിക്കാനുള്ളത്? അതാണ് നമുക്ക് ചിന്തിക്കാൻ. ആ ചിന്ത ജനങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു തആല 4 മാസം നമുക്ക് പ്രത്യേകമായി തെരഞ്ഞെടുത്തു. എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്നാണ് ഇറങ്ങിയത്, അങ്ങാടിയിൽ വന്ന് ചായ കുടിക്കുന്നവരുണ്ട്, സംസാരിച്ചു, റോട്ടിൽ നിന്ന് സംസാരിച്ചു. ആ സംസാരം പള്ളിയിൽ സംസാരിക്കൂല. കാരണം അള്ളാഹുവിൻ്റെ പുണ്യഭവനമാണ്. അവിടെ ദിക്റും തസ്ബീഹും ഖുർആൻ പാരായണവും സുജൂദും റുക്കുവൊക്കെയാണ്. അപ്പോൾ അങ്ങാടിയേക്കാളും പള്ളിക്ക് പുണ്യമുണ്ട്. മനുഷ്യരായ നമ്മളെക്കാളും പുണ്യമുണ്ട് അമ്പിയാക്കന്മാർക്ക്. അല്ലാഹു തആല ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മികൾക്ക് പ്രത്യേകമായ പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഓരോന്നിനും ഓരോരോ പുണ്യമുണ്ട്, ഓരോ കാര്യങ്ങൾക്കും. വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്, മറ്റുള്ള ദിവസത്തേക്കാൾ അധികം പുണ്യമുണ്ട്. നമ്മളിന്ന് സാധാരണ ദിവസത്തിൻ്റെക്കാൾ അധികം ഇന്ന് കുളിച്ചപ്പോൾ എന്നത്തെ കുളിക്ക് പകരം ഇന്ന് നമ്മൾ കുളിച്ച അതേ ഷവറിൻ്റെ ചുവട്ടിൽ, അതേ കിണറിൽ നിന്ന് വെള്ളം കോരി, അതേ ബാത്റൂമിലോ കുളിപ്പുരയിലോ നമ്മൾ കുളിച്ചപ്പോൾ എല്ലാ ദിവസവും കുളിക്കുന്ന കുളിയുടെ കൂലിയല്ല ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മുടെ നിയ്യത്ത് ജുമാക്കുള്ള കുളിയായിരുന്നു. അത് നിർബന്ധമായും നിങ്ങൾ കുളിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നിർബന്ധ സ്വരത്തിൽ കൽപ്പിച്ച ഒരു തതവ്വുആയ പുണ്യമുള്ള കുളിയാണ്. അപ്പം നമുക്കൊരു പുണ്യം കൂടുതലുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക്. വെള്ളിയാഴ്ച നമ്മൾ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. ഇന്ന് അൽ കഹ്ഫാണ് പല ആളുകളും ഖുർആനിൻ്റെ ഭാഗമായി ഓതിയത്. അതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓതിയില്ലേ? ഓതി, അതിൻ്റെ ഉറ്റത്തേച്ച് ഓതിയില്ല. എന്നാൽ ഈ ആഴ്ച വേറൊന്നാവട്ടെ, അതല്ല. ഇന്ന് അൽ കഹ്ഫിന് ഒരു പുണ്യമുണ്ട്. ഇന്ന് നമ്മൾ ളുഹ്ർ നമസ്കരിച്ചത് 2 റക്അത്തായിട്ടാണ്. ഇന്നൊരു പുണ്യമുണ്ട്. മറ്റുള്ള ദിവസങ്ങളെക്കാൾ അധികം, 6 ദിവസങ്ങളെക്കാൾ അധികം യൗമുൽ ജുമുഅത്ത് പുണ്യമുണ്ട്. അതുപോലെ മറ്റും 11 മാസങ്ങളെക്കാൾ അധികം പരിശുദ്ധ റമളാനിന് പുണ്യമുണ്ട്. മറ്റു
365 ദിവസങ്ങളെക്കാൾ അധികം ഖൈറും മിൻ അൽഫി ഷഹർ എന്ന പുണ്യമുണ്ട് എന്നിങ്ങനെ പുണ്യമുള്ളതും ഇല്ലാത്തതുമായ പല ദിവസങ്ങളെയും മാസങ്ങളെയും സമയങ്ങളെയും അല്ലാഹു തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അത്താഴ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല യൻസിലുല്ലാഹു ഇല സമാഇ ദുനിയ, അടുത്ത ആകാശലോകത്തേക്ക് അടുത്തു വന്ന് നമ്മളോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നവർക്ക് കാരുണ്യം നൽകും, മഴ വർഷിക്കും, കാരുണ്യത്തിൻ്റെ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മിനിറ്റുകൾക്ക്, മണിക്കൂറുകൾക്ക്, ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക് പുണ്യമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുകയാണ്, 4 മാസം ആ പുണ്യമുള്ള വിശുദ്ധ മാസങ്ങളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, ജഅലഹുന്ന ഹറാമൻ, അവ വിശുദ്ധ ദിവസങ്ങളാക്കി മാറ്റി. വഅല്ലമ ഹുർമാതിഹിന്ന, ആ ദിവസങ്ങളുടെ വിശുദ്ധിയെ അള്ളാഹു മറ്റെന്തിനേക്കാളും വാഴ്ത്തി മഹത്തരമാക്കി. വജഅല ദംബ ഫീഹിന്ന അഅ്ളം, ഈ ദിവസങ്ങളിൽ കുറ്റം ചെയ്യുന്നത് മഹാ അപകടമായി, മറ്റുള്ള ദിവസങ്ങളിലെ മാസങ്ങളിലെ കുറ്റത്തെക്കാളും വലിയ കുറ്റമാണ് ഈ 4 മാസത്തെ കുറ്റം. ആ 4 മാസത്തിൽ ഒന്നാണ് റജബ്. മുസ്ലിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഒരു പുതിയ മാസം ഇന്നലെ മുതൽ പിറന്നു എന്നത്. റജബ് മാസത്തിൽ ഇല്ലാത്ത അനാചാരങ്ങൾ, റജബ് മാസത്തിലെ പ്രത്യേകമായ 27-ാം നോൽമ്പ്, ഫർദ് നോൽമ്പ് പോലും നോൽക്കാത്ത ആളുകളോട് പോലും 27-ാം ദിവസത്തിലെ നോൽമ്പിന് പ്രത്യേകമായ പുണ്യം കൽപ്പിക്കുന്ന പറയുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മിഅ്റാജ് എന്നൊരു ദിവസം റജബ് മാസത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്, മിഅ്റാജ് എന്ന മഹത്തായ ആ സംഭവം റജബ് മാസത്തിലാണ് ഉണ്ടായതെന്ന് ചരിത്രത്തിൽ കാണാം. അതല്ല, റജബ് അല്ലാത്ത മാസത്തിലാണെന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ആവട്ടെ, ആ മിഅ്റാജ് ഉണ്ടായി എന്ന് പറയുന്ന റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ദിക്റോ, പ്രത്യേകമായ ഒരു ദുആയോ, പ്രത്യേകമായ ഒരു നമസ്കാരമോ, പ്രത്യേകമായ ഒരു നോമ്പോ കൽപ്പിച്ചിട്ടില്ല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമുൽ ബീദ് 13, 14, 15 ഇതുപോലെയുള്ള നോമ്പുകളല്ലാതെ പ്രത്യേകമായി കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ അതേ അറിയുള്ളൂ. ജനങ്ങൾക്ക് ഈ പുണ്യമാസം റജബ് മാസം 1 മുതൽ പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. സാധാരണത്തെക്കാൾ അധികം കുറേ കൂടി അല്ലാഹുവിലേക്ക് അടുത്ത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ യോഗം നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ഹബീബ് കോഴിക്കൽ, കാരണവന്മാരെ, സംഘാടകരെ, ഇതിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, തുടക്കത്തിൽ ബഹുമാന്യനായ ഉമർ ഫാറൂഖ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, രക്ഷിതാവിങ്കൽ നിന്നുള്ള ഉദർ കിട്ടാൻ വേണ്ടി, അഥവാ അല്ലാഹു ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലല്ലോ, അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങൾ മറന്നുപോയപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയില്ലല്ലോ എന്ന റബ്ബിൻ്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതവർക്ക് വിശദീകരിച്ചു കൊടുക്കുക, തെറ്റിദ്ധരിച്ചു പോയ വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ
വസ്തുത മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം ആണിതിന് ഉള്ളത്. ആ ഒരു ലക്ഷ്യത്തിൽ കൂടി തന്നെയായിരിക്കണം ഇതിലെ ഓരോ പ്രഭാഷകന്മാർക്കും അവർ സംസാരിക്കേണ്ട വിഷയങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക എന്നത്. അതിന് ഇതുപോലെ ഒരു ഓഡിറ്റോറിയം, മൈക്ക് സംവിധാനം, നോട്ടീസ്, ബാനർ, സ്റ്റേജ്, സ്പീക്കർ ഇതൊക്കെ ഇല്ലെങ്കിൽ ദഅവത്ത് നടക്കുകയില്ല എന്ന് പിൽക്കാലത്ത് തെറ്റിദ്ധരിച്ചു പോയ പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനക്കാർക്ക്, സംഘടനാ പ്രവർത്തകന്മാർക്ക് ദഅവത്ത് നടത്തണമെങ്കിൽ ഭീമമായ സാമ്പത്തിക ബാധ്യതയും ചെലവുമൊക്കെ വരുന്ന തരത്തിലുള്ള മഹാസംഭവങ്ങൾ വേണം, എങ്കിലേ ജനങ്ങൾ ശ്രദ്ധിക്കൂ എന്ന ഒരു നിലപാടിൽ നിന്ന് മാറി ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്നത് മക്കൾക്ക് വാപ്പ ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, പരസ്പര ഉപദേശങ്ങൾ, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, സഹപ്രവർത്തകന്മാരെ, അറിയുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്ന, അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടുകയും ദഅവത്ത് എന്ന് പറയുന്നത് ഒരു തരം മേളകളും മഹാസംഭവങ്ങളും അതിനുശേഷം അതിനെ തുടർന്നുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിചാരണകളും അതങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ദഅവ രംഗം വളരെ മലീമസമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. കമൻറ്റുകളിൽ കൂടി ചീത്ത പറയുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും വേറൊരാളുടെ ജീവിതത്തിലെന്നോ ഉണ്ടായ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് കടിച്ചു കീറുകയും ചെയ്യുന്ന ഒരു ദഅവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് അപകടകരമായ ഒരു കാര്യമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത്, അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു കമാൻഡ് വായിച്ചപ്പോൾ അദ്ദേഹത്തെ തന്നെ വിളിച്ചു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ആ ഒരു കമാൻഡ് ചെയ്തത്. ആ ഒരു പദപ്രയോഗം നിങ്ങൾ ആരോട് പ്രയോഗിച്ചുവോ, ആരെപ്പറ്റിയാണോ അയാളത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലും അയാൾ മാപ്പ് ചെയ്താലേ നിങ്ങൾക്ക് അത് മാപ്പായി കിട്ടുകയുള്ളൂ, അല്ലാഹു തആല മാപ്പാക്കി തരുകയുള്ളൂ. പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അയാൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടും പറയും. ഈ നിലക്കല്ല യഥാർത്ഥത്തിൽ നമ്മൾ ദഅവത്ത് വേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദഅവത്തിൻ്റെ തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്. പൂർവികന്മാർ ജനങ്ങളെ പ്രബോധനം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ കൽപ്പന എന്താണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. പ്രബോധനം നടത്താൻ വേണ്ടി അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉത്തരവാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നിങ്ങനെ വായിച്ച് പഠിക്കണം, ഓതിപ്പഠിക്കണം, വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പിന്നീട്
ഖുർആനിൻ്റെ അവതരണം കുറച്ചു കാലം നിലച്ചു പോവുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന ഉത്തരവ് ഇതാണ്: യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, ഖും, എഴുന്നേറ്റ് വാ, ഫഅൻദിർ, എന്നിട്ട് ജനങ്ങളോട് താക്കീര് നൽകുക എന്നാണ്. എന്തായിരുന്നു താക്കീര് നൽകാൻ കൽപ്പിച്ചത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ പുതപ്പിൽ നിന്ന് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന എന്നൊരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാലോ. ദസ്സിറൂനി ദസ്സിറൂനി, ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ചപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് ഈ വന്നത്, ആരാണ് വന്നത്, എന്താണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നതിനെ പറ്റിയൊന്നും മുൻധാരണയില്ലാത്ത റസൂല് പേടിച്ചുപോയി ഓടി വന്ന് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറി വന്ന് എന്നെ പുതപ്പിട്ട് മൂടിക്കൂടി, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ ആ പ്രവാചകനെയാണ് നബി അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എല്ലാ പുതപ്പുകളിൽ നിന്നും നമ്മൾ പുതപ്പിൻ്റെ മൂടി ഒഴിവാക്കി, പുതപ്പൊഴിവാക്കി രംഗത്ത് വരണം തിന്മകളെപ്പറ്റി പറയാൻ, തിന്മകളെപ്പറ്റി ഉത്ബോധിപ്പിക്കാൻ. അതൊരു മൈക്ക് കെട്ടിയ തിന്മകളെപ്പറ്റിയുള്ള ഉത്ബോധനമല്ല. വാപ്പയും മക്കളും സഹോദരന്മാരും സഹോദരികളും ഗുരുനാഥന്മാരും കണക്ക് പഠിപ്പിക്കുന്നവരും അതുപോലെ സയൻസ് പഠിപ്പിക്കുന്നവരുമൊക്കെ ഉത്ബോധനം നടത്താതിരുന്നാലുണ്ടാകുന്ന, അതൊക്കെയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ചിലത് ഖുർആനും ഹദീസും അതിൻ്റെ മസ്അലകളും മുടിനാരി ഇഴകേറിയ ദഅവത്തായിരിക്കും. വേറെ കുറച്ച് കാര്യങ്ങൾ പൊതുമര്യാദകളായിരിക്കും. മുതിർന്നവരോടുള്ള ബഹുമാനവും സ്നേഹവും സാമ്പത്തിക രംഗത്തുള്ള ശുദ്ധിയില്ലായ്മയും സ്വഭാവരംഗത്തുള്ള ശുദ്ധിയില്ലായ്മയും ഇതൊക്കെ ദഅവത്ത് തന്നെയാണ്. ഈ ദഅവത്ത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ഒരപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്: വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ സമൂഹത്തിൽ നിന്ന് കുറേ ആളുകൾ പിന്നീട് ഉണ്ടാകും. അവർ തതജാറാ ബിഹിം തിൽക്കൽ അഹ്വാഉ കമാ തതജാറൽ കലബു ലിസാഹിബിഹി, അവരുടെ ദേഹേച്ഛകളായിരിക്കും അവരെ നയിക്കുന്നത്. തോന്നിയത് പറയുക. ഇപ്പം കുറച്ച് ദേഷ്യമുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യമുള്ളതാണ് പക വീട്ടുക. ഇപ്പം നല്ല ഇഷ്ടമാണ്, അതാണ് പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നതാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ ഹവകൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താക്കീത് നൽകിയിട്ടുണ്ട്. കമാ തതജാറൽ കലബു ബിസാഹിബിഹി, പേവിഷം പിടിച്ച, പേപ്പട്ടി കടിച്ച് വിഷം ശരീരത്തിൽ കയറിയ ആളുടെ ശരീരത്തിൽ ലാ യബ്ഖാ മിൻഹു ഇർഖുൻ വലാ മഫ്സലുൻ ഇല്ലാ ദഖലഹു, പേപ്പട്ടി വിഷം കയറിയാൽ അവൻ്റെ എല്ലാ സന്ധികളിലും നാഡി നരമ്പുകളിലും ആ വിഷം ബാധിക്കുകയും അവസാനം അവനല്ലാതെയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമുദായം അങ്ങനെ നമ്മളല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ഖും ഫഅൻദിർ, നമ്മൾ താക്കീത് നൽകണം. മുജാഹിദുകളും ഇസ്ലാഹി പ്രവർത്തകന്മാരും സലഫികളൊക്കെ ഇതുപോലെ ഒരു പരിപാടി വെക്കുമ്പോൾ അതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ജനങ്ങളെ ചില കാര്യങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ന്യൂ ഇയർ ആയിരുന്നു. ന്യൂ ഇയറിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാരും മുതിർന്നവരും വയസ്സന്മാരും വയസ്സത്തികളും പാർക്കുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും കാട്ടിക്കൂട്ടിയ അപകടങ്ങൾ എത്രമാത്രം ഗുരുതരമാണ്. പലപ്പോഴും പേടിപ്പെടുത്തുന്ന പടച്ചവനെ എന്നാണ് ഈ ശിക്ഷ ഇറങ്ങുക, അള്ളാഹ് താക്കീത് നൽകുന്ന ശിക്ഷ എപ്പോഴാണ് ഇറങ്ങുക എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ന്യൂ ഇയറിൻ്റെ
ആഘോഷങ്ങളുണ്ടായത്. അത് പണ്ട് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ സമൂഹത്തിലൊക്കെ അങ്ങനെയൊക്കെ അവർ അങ്ങനെ കൂത്താടി ആടി തിമിർത്തിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഇവിടെയുള്ള മുതിർന്നവർക്കറിയാം. അതൊക്കെ മാറി ആ തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നു, നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നു. ഉമ്മമാരും ഉപ്പമാരും മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ പള്ളിയിലും നമസ്കാരപ്പായയിലുമായി ഇരുന്ന് തസ്ബീഹ് മാല കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിയിരുന്ന ആ വീടുകളിൽ പോലും ഇതുപോലെയുള്ള വേണ്ടാത്തരങ്ങൾ കയറി വന്നു. സോഷ്യൽ മീഡിയയുടെ ഒരേയൊരു സ്വാധീനം അങ്ങനെയൊക്കെയായി. ആ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മക്കൾ രാത്രി 2 മണി വരെയും 3 മണി വരെയും വീട്ടിൽ കയറാതിരുന്നാൽ ചോദിക്കാൻ ആളില്ല. ഇനി ചോദിച്ചാലോ പറഞ്ഞാലോ തന്നെ അതൊരു കുറ്റമായി മാറുന്ന, നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ഗുരുതരമായ തെറ്റായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിയത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു നാശത്തിലേക്കാണ് നമ്മുടെ സമൂഹം, ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്ന ഈ സമൂഹം പോകുന്നത്. അതുകൊണ്ട് ഈ ഖൈറു ഉമ്മത്ത് നന്മയിലേക്ക് തിരിച്ചു വരണം. നമ്മളെ മക്കളെയും നമ്മുടെ അടുത്ത കുടുംബങ്ങളെയും നിങ്ങൾ നോക്കൂ. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2024 ഡിസംബർ 31 2025 ജനുവരി 1 തമ്മിൽ ഒരു വ്യത്യാസവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവൻ്റെ പടച്ചവനോടുള്ള ബാധ്യതയിലോ സമൂഹത്തിനോടുള്ള ബാധ്യതയിലോ കലണ്ടറിൻ്റെ ഒരു കലണ്ടർ മാറ്റിവെച്ച് മറ്റൊരു കലണ്ടർ അവിടെ തലസ്ഥാനത്ത് വരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊന്നുമില്ല. എന്താണ് ഈ ആഘോഷത്തിൻ്റെ പിന്നിൽ? ഒരുതരം അന്ധമായ, അതാണ് തതജാറാ ബിഹിം തിൽക്കൽ അഹ്വാഉ കമാ തജാറൽ കലബു. കലബ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടി വിഷം എന്നാണ്, പേവിഷം. അത് തലയിൽ കയറി ശരീരത്തിൽ നരമ്പിൽ കയറി കൂത്താട് അപകടമുണ്ടാക്കുന്ന പോലെ താൻ എന്താണ്, താൻ ആരാണ്, തൻ്റെ ഉത്തരവാദിത്തം എന്താണ്, തൻ്റെ ഉപ്പനോട് ഉമ്മനോട് തൻ്റെ സമൂഹത്തിനോട് തൻ്റെ നാടിനോട് ഇതിൻ്റെ എല്ലാം പുറമെ തൻ്റെ റബ്ബിനോട് എന്തെല്ലാം ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ചിന്തിക്കാതെ ഒരു തരം പേ ഇളകിയ പോലെ നമ്മുടെ ഒരു തലമുറ, മുതിർന്നവരും ചെറിയവരും ചെറുപ്പക്കാരുമൊക്കെ പോകുമ്പോൾ ഇതിനെ നമ്മൾ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ, അവർക്ക് നല്ല ബോധം കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരുപക്ഷെ സർവനാശത്തിൻ്റെ കാരണമാകും എന്നതാണ് ഇത്തരം പ്രബോധനങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ജനങ്ങളെ തടുത്തു നിർത്താൻ നമുക്ക് ന്യൂ ഇയർ ഉണ്ട്, നമുക്ക് പുതിയ ദിവസങ്ങളുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു പുതിയ ഒരു ഹിജറ വർഷമോ ഇനി ആവട്ടെ ക്രിസ്തു വർഷമോ ഒരു ജനുവരി 1 ആകുമ്പോൾ ഒരു വർഷക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഖബറിനോടടുത്തു. എന്നെ എല്ലാവരും കൂടി ബിസ്മില്ലാ എന്നും പറഞ്ഞ് ഖബറിലേക്ക് ഇറക്കുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ഒരു ദിവസത്തിനോട് ഞാൻ ഒരു വർഷം 12 മാസം അടുത്തു കഴിഞ്ഞു. എൻ്റെ ഖബർ കുഴിക്കുന്ന കുയ്യൻ്റെ ആ പണി തുടങ്ങാൻ 1 കൊല്ലം കൂടി ഞാൻ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. മുൻകറും നക്കീറും വന്ന് ചോദിക്കുന്ന ആ ഒരു ദിവസത്തിനോട് ഞാൻ അടുത്തു. ഈ ഒരു കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാക്കിയെടുത്തു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതാണ്, ഒരു ന്യൂ ഇയറാണ്. ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പുതിയ ഒരു ഹിജറ വർഷമൊന്നുമല്ലെങ്കിലും റമദാൻ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തിൽ ഏറ്റവും പുണ്യമുള്ള 30 ദിവസം നോമ്പ് നോറ്റു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നോമ്പ്. ഒരു നോമ്പ് നോറ്റാൽ 70 കൊല്ലത്തെ വഴിദൂരം അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റും എന്ന് പറയുന്ന ആ ഒരു വലിയ നോമ്പ്, ആ മഹത്തായ 70 വർഷം നരകത്തിൽ നിന്ന് അകലാൻ കാരണമാകുന്ന 30 നോമ്പ് ഞാൻ അള്ളാഹുവിന് വേണ്ടി നോൽക്കാൻ ഭാഗ്യം, ആയുസ് ലഭിച്ചു, അതിനുള്ള അവസരം ലഭിച്ചു, തൗഫീക്ക് കിട്ടി. അതിൻ്റെ സന്തോഷമാണ് നമ്മുടെ ബലിപെരുന്നാൾ.
അങ്ങനെ ഒരു അമല് ചെയ്ത് സന്തോഷിക്കാൻ നമുക്ക് ഉണ്ടല്ലോ. എത്രത്തോളം? ഇപ്പം റജബ് മാസമാണ്, ഇന്നലെ മുതൽ റജബ് 1 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായും ഒരു നല്ല ഒരു പുണ്യത്തിൻ്റെ മാസമാണ്. ഇമാം ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ ഇഖ്തസല്ലാഹു 4 അശ്ഹുർ ജഅലഹുന്ന ഹറാമൻ വഅല്ലമ ഹുർമാതിഹിന്ന വജഅല ദംബ ഫീഹിന്ന അഅ്ളം. നമ്മളെ വർഷം, നമുക്ക് വർഷങ്ങൾ പുതിയതായി വരുമ്പോൾ എന്താണ് അതിൽ സന്തോഷിക്കാനുള്ളത്, പേടിക്കാനുള്ളത്? അതാണ് നമുക്ക് ചിന്തിക്കാൻ. ആ ചിന്ത ജനങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു തആല 4 മാസം നമുക്ക് പ്രത്യേകമായി തിരഞ്ഞെടുത്തു. എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്നാണ് ഇറങ്ങിയത്, അങ്ങാടിയിൽ വന്ന് ചായ കുടിക്കുന്നവരുണ്ട്, സംസാരിച്ചു, റോട്ടിൽ നിന്ന് സംസാരിച്ചു. ആ സംസാരം പള്ളിയിൽ സംസാരിക്കൂല. കാരണം അള്ളാഹുവിൻ്റെ പുണ്യഭവനമാണ്. അവിടെ ദിക്റും തസ്ബീഹും ഖുർആൻ പാരായണവും സുജൂദും റുക്കുവൊക്കെയാണ്. അപ്പോൾ അങ്ങാടിയേക്കാളും പള്ളിക്ക് പുണ്യമുണ്ട്. മനുഷ്യരായ നമ്മളെക്കാളും പുണ്യമുണ്ട് അമ്പിയാക്കന്മാർക്ക്. അല്ലാഹു തആല ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മികൾക്ക് പ്രത്യേകമായ പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഓരോന്നിനും ഓരോരോ പുണ്യമുണ്ട്, ഓരോ കാര്യങ്ങൾക്കും. വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്, മറ്റുള്ള ദിവസത്തേക്കാൾ അധികം പുണ്യമുണ്ട്. നമ്മൾ ഇന്ന് സാധാരണ ദിവസത്തിൻ്റെക്കാൾ അധികം ഇന്ന് കുളിച്ചപ്പോൾ, എന്നത്തെ കുളിക്ക് പകരം ഇന്ന് നമ്മൾ കുളിച്ച അതേ ഷവറിൻ്റെ ചുവട്ടിൽ, അതേ കിണറിൽ നിന്ന് വെള്ളം കോരി, അതേ ബാത്റൂമിലോ കുളിപ്പുരയിലോ നമ്മൾ കുളിച്ചപ്പോൾ എല്ലാ ദിവസവും കുളിക്കുന്ന കുളിയുടെ കൂലിയല്ല ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മുടെ നിയ്യത്ത് ജുമാക്കുള്ള കുളിയായിരുന്നു. അത് നിർബന്ധമായും നിങ്ങൾ കുളിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നിർബന്ധ സ്വരത്തിൽ കൽപ്പിച്ച ഒരു തതവ്വുആയ പുണ്യമുള്ള കുളിയാണ്. അപ്പം നമുക്കൊരു പുണ്യം കൂടുതലുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക്. വെള്ളിയാഴ്ച നമ്മൾ ഖുർആൻ എല്ലാ ദിവസവും ഓരുന്നുണ്ട്. ഇന്ന് അൽ കഹ്ഫാണ് പല ആളുകളും ഖുർആനിൻ്റെ ഭാഗമായി ഓതിയത്. അതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓതിയില്ലേ? ഓതി. അതിൻ്റെ ഉറ്റത്തേച്ച് ഓതിയില്ല. എന്നാൽ ഈ ആഴ്ച വേറൊന്നാവട്ടെ, അതല്ല. ഇന്ന് അൽ കഹ്ഫിന് ഒരു പുണ്യമുണ്ട്. ഇന്ന് നമ്മൾ ളുഹ്ർ നമസ്കരിച്ചത് 2 റക്അത്തായിട്ടാണ്. ഇന്നൊരു പുണ്യമുണ്ട്. മറ്റുള്ള ദിവസങ്ങളെക്കാൾ അധികം, 6 ദിവസങ്ങളെക്കാൾ അധികം യൗമുൽ ജുമുഅത്ത് പുണ്യമുണ്ട്. അതുപോലെ മറ്റും 11 മാസങ്ങളെക്കാൾ അധികം പരിശുദ്ധ റമളാനിന് പുണ്യമുണ്ട്. മറ്റു 365 ദിവസങ്ങളെക്കാൾ അധികം ഖൈറും മിൻ അൽഫി ശഹർ എന്ന പുണ്യമുണ്ട്. എന്നിങ്ങനെ പുണ്യമുള്ളതും ഇല്ലാത്തതുമായ പല ദിവസങ്ങളെയും മാസങ്ങളെയും സമയങ്ങളെയും അല്ലാഹു തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അത്താഴ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, അല്ലാഹു തആല യൻസിലുല്ലാഹു ഇല സമാഇ ദുനിയ, അടുത്ത ആകാശലോകത്തേക്ക് അടുത്തു വന്ന് നമ്മളോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നവർക്ക് കാരുണ്യം നൽകും, മഴ വർഷിക്കും, കാരുണ്യത്തിൻ്റെ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മിനിറ്റുകൾക്ക്, മണിക്കൂറുകൾക്ക്, ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക് പുണ്യമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുകയാണ്, 4 മാസം ആ പുണ്യമുള്ള വിശുദ്ധ മാസങ്ങളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, ജഅലഹുന്ന ഹറാമൻ, അവ വിശുദ്ധ ദിവസങ്ങളാക്കി മാറ്റി. വഅല്ലമ ഹുർമാതിഹിന്ന, ആ ദിവസങ്ങളുടെ വിശുദ്ധിയെ അള്ളാഹു മറ്റെന്തിനേക്കാളും വാഴ്ത്തി മഹത്തരമാക്കി. വജഅല ദംബ ഫീഹിന്ന അഅ്ളം, ഈ ദിവസങ്ങളിൽ കുറ്റം ചെയ്യുന്നത് മഹാ അപകടമായി. മറ്റുള്ള ദിവസങ്ങളിലെ, മാസങ്ങളിലെ കുറ്റത്തെക്കാളും വലിയ കുറ്റമാണ് ഈ 4 മാസത്തെ കുറ്റം. ആ 4 മാസത്തിൽ ഒന്നാണ് റജബ്. മുസ്ലിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഒരു പുതിയ മാസം ഇന്നലെ മുതൽ പിറന്നു എന്നത്. റജബ് മാസത്തിൽ ഇല്ലാത്ത അനാചാരങ്ങൾ, റജബ് മാസത്തിലെ പ്രത്യേകമായ 27-ാം നോൽമ്പ്, ഫർദ് നോൽമ്പ് പോലും നോൽക്കാത്ത ആളുകളോട് പോലും 27-ാം ദിവസത്തിലെ നോൽമ്പിന് പ്രത്യേകമായ പുണ്യം കൽപ്പിക്കുന്ന പറയുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
മെഹ്റാജ് എന്നൊരു ദിവസം റജബ് മാസത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്, മെഹ്റാജ് എന്ന മഹത്തായ ആ സംഭവം റജബ് മാസത്തിലാണ് ഉണ്ടായതെന്ന് ചരിത്രത്തിൽ കാണാം. അതല്ല, റജബല്ലാത്ത മാസത്തിലാണെന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ആവട്ടെ, ആ മെഹ്റാജ് ഉണ്ടായി എന്ന് പറയുന്ന റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ദിക്റോ, പ്രത്യേകമായ ഒരു ദുആയോ, പ്രത്യേകമായ ഒരു നമസ്കാരമോ, പ്രത്യേകമായ ഒരു നോമ്പോ കൽപ്പിച്ചിട്ടില്ല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമുൽ ബീദ് 13, 14, 15 ഇതുപോലെയുള്ള നോമ്പുകളല്ലാതെ പ്രത്യേകമായി കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ അതേ അറിയുള്ളൂ. ജനങ്ങൾക്ക് ഈ പുണ്യമാസം റജബ് മാസം 1 മുതൽ പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. സാധാരണത്തെക്കാൾ അധികം കുറേ കൂടി അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. സാധാരണത്തെക്കാൾ അധികം ദിക്റുകളും തസ്ബീഹുകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു മാസക്കാലം, ഈ മാസത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് സാധാരണത്തെക്കാൾ അധികം വലിയ അപകടമുണ്ട്, അത് വലിയ കുറ്റമുണ്ട്. ഇതൊന്നും പലപ്പോഴും നമ്മുടെ സമുദായത്തിന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് താക്കീത് നൽകണം, എന്ത് താക്കീത് നൽകേണ്ടതില്ല എന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ സമൂഹം എന്തോ അശ്രദ്ധയിലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ജനങ്ങളെ മോചിപ്പിച്ചെടുത്ത് കൃത്യമായ കുടുംബകാര്യങ്ങൾ എന്തായിരിക്കണം, നമ്മളെ കുടുംബം പലപ്പോഴും മാന്യമായി പുഞ്ചിരിച്ച് നല്ല വേഷവും നല്ല വാഹനങ്ങളും കണ്ടാൽ ആരും ഞെട്ടിപ്പോകുന്ന വീടുകളിലും താമസിക്കുന്ന കുടുംബത്തിൻ്റെ ഉള്ളിൽ സമാധാനമില്ല. മക്കളോട് മര്യാദക്ക് പെരുമാറുന്ന ഉപ്പമാരെ കാണാനില്ല. നാട്ടിൽ മാന്യന്മാരാണ്, പക്ഷേ മക്കളോട് മാന്യത കാണിക്കാത്ത പിതാക്കന്മാർ, ഭാര്യമാരോട് മാന്യത കാണിക്കാത്ത ഭർത്താക്കന്മാർ, എത്രയെത്ര ഗുരുതരമായ തെറ്റുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഈ കുടുംബത്തിലേക്ക് ആരും കയറി വരുന്നില്ല എന്നതുകൊണ്ട് കുടുംബ ശൈഥല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരെ, സ്വന്തം ഭാര്യമാരെ മാന്യന്മാരായ മനുഷ്യന്മാർക്ക്, വിശ്വാസികൾക്ക് ആദരിക്കാൻ കഴിയൂ. എന്നാൽ ഭാര്യമാരെ അനാദരിക്കുന്നവരും ചവിട്ടിമതിക്കുന്നവരും നീചന്മാരാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ ആ നീചന്മാര് വിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയവരാകുമോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കണ്ടേ? അവ കുടുംബരംഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾ വളരുന്ന രംഗത്ത് എത്ര പേർക്ക്, നമ്മുടെയൊക്കെ വളർന്നു വന്ന 20ഉം 25ഉമായ കുട്ടികൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും അറിയുന്ന എത്ര മക്കളുണ്ട് നമുക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായും ദഅവത്ത്, പ്രബോധനം മറ്റൊരു നിലയിലേക്കല്ല. പ്രബോധനം നമ്മൾ തിരിച്ചുവിടേണ്ടത് വ്യക്തി ജീവിതത്തിലേക്കും സമൂഹത്തിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലേക്കുമാണ്. നീ എഴുന്നേറ്റ് ജനങ്ങളോട് താക്കീത് നൽകി അവരെ പരലോകം രക്ഷപ്പെടുത്തുന്ന കാര്യത്തെപ്പറ്റി താക്കീത് നൽകുമ്പോൾ ഞാൻ മികച്ചു നിൽക്കണം, ഞങ്ങൾ മികച്ചു നിൽക്കണം, ഞങ്ങൾ ജയിക്കണം, ഞാൻ ജയിക്കണം എന്നതല്ല. അല്ലാഹു അക്ബർ, അല്ലാഹ് വലുതാവണം, അള്ളാന്റെ ദീന് വലുതാവണം, അള്ളാഹുവിന്റെ ആ നാമം ഉയർത്തി കാണിക്കപ്പെടണം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കായിരിക്കണം മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. ആ റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ ഖുർആൻ, റബ്ബ് പഠിപ്പിച്ച അയച്ച റസൂലിന്റെ ആ ചര്യ, അതിനായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. റസൂലുള്ളാഹിനോട് അല്ലാഹു തആല പ്രബോധനം തുടങ്ങാൻ കൽപ്പിച്ചപ്പോൾ അങ്ങനെയാണ്, എല്ലാവിധ തിന്മകളിൽ നിന്നും നീ അകന്നു നിൽക്ക്. നിന്നെയാണ് ഒരുപക്ഷെ പ്രവാചകന്റെ പ്രഭാഷണത്തിന്റെ വലിപ്പം കൊണ്ട്, പ്രവാചകൻ സംഘടിപ്പിച്ച മഹത്തായ ജനങ്ങളുടെ വലിയ ആൾക്കൂട്ടം കണ്ടിട്ടല്ല ഖുറൈശികൾ ഇസ്ലാമിലേക്ക് വന്നത്. നേരെ മറിച്ച് മുഹമ്മദ് നബിയെ കണ്ടിട്ടാണ് വന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം പറയുന്നുണ്ട്. 13 കൊല്ലം മക്കത്തും പിന്നീട് 6-7 കൊല്ലം മദീനത്തും പ്രവാചകനെ നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോടുള്ള വെറുപ്പ്, വിദ്വേഷം, പക എങ്ങനെയെങ്കിലും ഒറ്റക്ക് കയ്യിൽ കിട്ടിയാൽ ആ നബിയെ വകവരുത്തണമെന്ന, ഞങ്ങളുടെ പിതാക്കന്മാരെ ചീത്ത പറയുന്ന, ഞങ്ങളുടെ ദൈവങ്ങളെ അവഹേളിക്കുന്ന മുഹമ്മദിനെ വകവരുത്തണമെന്ന ആ ആഗ്രഹത്തോടുകൂടി കയ്യിൽ ആയുധം കരുതി നടന്നിരുന്ന
അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തിൽ അദ്ദേഹം സൂക്ഷ്മത കാണിച്ചു. മുഹമ്മദിന്റെ ജീവിതം നിരീക്ഷിച്ചു. പ്രവാചകനായത് മുതൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, ജനങ്ങളോടുള്ള, ശത്രുക്കളോടുള്ള, മിത്രങ്ങളോടുള്ള, പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തമുള്ള ഉന്നതമായ വ്യക്തിത്വം, ആരോടും പകയില്ലാത്ത വ്യക്തിത്വം, അതാണ് അംർ ഇബ്നുൽ ആസ് പ്രത്യേകമായി അദ്ദേഹം നിരീക്ഷിച്ചത്. മദീനത്ത് ചെന്നിട്ടും നിരീക്ഷിച്ചു. അവിടെയൊക്കെ കണ്ടപ്പോ നല്ലത് കൊണ്ട് തിന്മയെ തടുക്കുന്ന പ്രവാചകൻ. ലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമാകുകയില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന പ്രവാചകൻ. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, എത്ര മോശപ്പെട്ടവൻ ക്രൂരമായി ഇങ്ങോട്ട് വന്നാലും, എത്ര തെറി വിളിച്ചാലും, എത്ര ചീത്ത പറഞ്ഞാലും അതിനെ ആ നിലക്ക് ഉരുളുക്കുപ്പേരി കൊടുത്താലേ ഉറക്കം വരൂ എന്നതല്ലാതെ സമാധാനപരമായ ശാന്തിയുടെ, ഗുണദോഷത്തിന്റെ, സതുപദേശത്തിന്റെ, ഗുണകാംക്ഷയുടെ മാർഗത്തിൽ ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന പ്രവാചകനെ കണ്ടപ്പോൾ അവസാനം അദ്ദേഹത്തിന് ആയുധം താഴെ വെക്കേണ്ടി വന്നു. ആരും പറഞ്ഞിട്ടല്ല. അംർ ഇബ്നുൽ ആസ് നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു, യുദ്ധവീരനായിരുന്നു. പക്ഷേ ആ വീരശൂരനായ മനുഷ്യൻ ആയുധം താഴെ വെച്ച് വിനയാന്വിതനായി റസൂലുള്ളാഹിന്റെ അടുക്കൽ അവസാനം വന്ന് ചോദിക്കുന്നു, റസൂലേ, ഞാൻ നിങ്ങളെ കൊല്ലാൻ നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും കാലം. പക്ഷേ നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ മനുഷ്യരുമായുള്ള ബന്ധം, ശത്രുക്കളുമായുള്ള ബന്ധം, ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാനിതാ ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിച്ചാൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ പുറത്തു കിട്ടുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അത്രമാത്രം ഗുരുതരമായ പാപ്പിയാണ് ഞാൻ. റസൂലുള്ളാഹി പറഞ്ഞു, അംറേ, താങ്കൾ ഇസ്ലാം ആകുന്നതോടുകൂടി എല്ലാം പുറത്തു കിട്ടും, താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ. ആ ഒരർത്ഥത്തിൽ അദ്ദേഹം മുസ്ലിമായി മാറി. ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ പറയുന്നത്, അതാ എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കുന്ന ആളായിരിക്കണം പ്രബോധകൻ എന്ന് പറഞ്ഞാൽ. വയല് പറയുന്ന പ്രഭാഷകൻ അല്ല, ഉപ്പ അങ്ങനെയായിരിക്കണം. നമ്മളെ വീട്ടിൽ TV വെച്ച് തോന്നിവാസങ്ങൾ കാണിക്കുന്ന കാണുന്ന ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ മക്കളെ നമ്മൾ നന്നാക്കിയെടുക്കാൻ കഴിയില്ല, മാറ്റിയെടുക്കാൻ കഴിയില്ല. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ആ കുട്ടിക്ക് ബോധ്യപ്പെടും, എൻ്റെ ഉപ്പയും ഉമ്മയും പണ്ട് ഞാനൊക്കെ ഉണരുന്നതിൻ്റെ എത്രയോ മുമ്പ് നമസ്കരിച്ച് നിസ്കാരപ്പായിരുന്ന് ദിക്ർ ചെല്ലുന്നിരുന്നു, എനിക്കും അങ്ങനെ മാറണമെന്ന്. അതില്ലാത്ത കുടുംബമാണോ? മാറില്ല. അപ്പൊ ബാപ്പയാണ് ദായി, പ്രബോധകൻ. ബാപ്പ മാറണം, ഉമ്മ മാറണം, ഇക്കാക്ക മാറണം, മുതിർന്നവർ മാറണം, സമൂഹത്തിലുള്ളവർ മാറണം, കാരണവന്മാർ മാറണം, സമൂഹത്തിന്റെ മാതൃകാ പുരുഷന്മാർ മാറണം. അതാണ് വസ്ത്രങ്ങൾ നാം വൃത്തിയാക്കണം. എന്താണ് ആ വസ്ത്രങ്ങൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ? നല്ല വൃത്തിയുള്ള തുണിയും കുപ്പായവും അതിൻ്റെ ഒരു ഭാഗമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രങ്ങൾ അത് കീറിപ്പറിഞ്ഞതാണെങ്കിൽ പോലും ശുദ്ധമായിരിക്കണം. അതോടൊപ്പം വസ്ത്രം വലിബാസു തഖവ, തഖവയുടെ വസ്ത്രം, ദാലിക ഖൈർ, അതാണ് നല്ല വസ്ത്രമെന്ന് പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ അത് നന്നായിരിക്കണം. അങ്ങനെയുള്ള ഒരു നല്ല വസ്ത്രം ധരിച്ച, നല്ല മൂടുപടമിട്ട ഒരു ഉമ്മയും ഉപ്പയും, ഒരു ആണും പെണ്ണും, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, ഇങ്ങനെയൊക്കെ വ്യക്തിശുദ്ധി പാലിച്ച് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ മാത്രം ഓർത്ത് എല്ലാ താക്കീതുകളും ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും എന്തെങ്കിലും കൂടുതൽ കിട്ടും, ലാഭം കിട്ടും, നേട്ടം കിട്ടും, നാട്ടുകാരൊക്കെ എൻ്റെ പാർട്ടിയിൽ ചേരും, എല്ലാവരും ഞാൻ പറഞ്ഞ മാതിരിയാകും, ഞങ്ങളുടെ യൂണിറ്റ് വലുതാകും, ഞങ്ങൾക്ക് ഒരു സംഘടനാ ശക്തി കൂടും, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട.
എന്തെങ്കിലും ഭൗതിക നേട്ടം കിട്ടുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു നന്മയും ചെയ്തു കൊടുക്കേണ്ടതില്ല. ചിലപ്പോൾ കിട്ടിയേക്കും, കിട്ടാതിരുന്നേക്കും, നിരാശരായേക്കും. എത്ര പ്രവാചകന്മാർ, നോഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടും 8-80 ആളാണ് പ്രബോധനത്തിന് ആ പ്രബോധനം കേട്ട് വിശ്വാസികളായിരുന്നാണ് ചരിത്രം. അപ്പൊ കിട്ടും, കൂടുതൽ ആളുണ്ടാകും, കൂടുതൽ ശക്തി കിട്ടും, നമുക്കൊരുപാട് നേട്ടങ്ങൾ കിട്ടും. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ വലിയ റബ്ബിക ഫസ്ബിർ, റബ്ബിന് വേണ്ടി ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് ഈ ദീനീ പ്രബോധന രംഗത്ത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ജനബന്ധങ്ങളിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ഒരു മാതൃകയായ മുസ്ലിമായി, അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമായി ജീവിക്കുകയും ആ ഇസ്ലാമിക ജീവിതത്തിൻ്റെ യഥാർത്ഥമായ തെളിമക്കെതിരായിട്ടുള്ള വിശ്വാസപരമായ വ്യതിയാനങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനല്ലാത്തവരോട് വിളിച്ചു തേടാനുള്ള ആഹ്വാനങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പഠിച്ചവന്റെ അതേ കഴിവുകളുമായി ഭൂമിയിൽ ഒരുപാട് മനുഷ്യന്മാരെ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു, ആൾ ദൈവങ്ങളെ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് പത്രത്തിൽ കണ്ടു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ എഴുന്നള്ളിക്കുന്ന നേർച്ചയാണ് പുതിയങ്ങാടി നേർച്ച, ഇന്നത്തെ പത്രത്തിൽ. അതും പഠിച്ചവന്റെ പേരിലാണ്. അന്നദുറു ഇബാദത്തുൻ, കിതാബിൽ മുഴുവനും അന്നദുറു ഇബാദത്തുൻ, നേർച്ച വരെ ഇബാദത്താണ്. അപ്പൊ ഈ ഒരു ഇബാദത്തിനാണ് കേരളത്തിലെ ആനകൾ കൂടുതൽ എഴുന്നള്ളിക്കുന്നത് എന്ന ഈ തരത്തിൽ നേർച്ചകളുടെയും ജാടങ്ങളുടെയും പേര് പറഞ്ഞ് പുതിയ പുതിയ തട്ടിപ്പുകളുമായി വരുന്ന എല്ലാവിധ അന്ധവിശ്വാസ പൗരോഹിത്യ കൂടാരങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ മോചിപ്പിച്ച് സത്യത്തിൻ്റെയും നേരിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുവരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇതുപോലെയുള്ള പ്രബോധനങ്ങളുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം ജനങ്ങളെ ബോധിപ്പിക്കാനാണ് ഇനിയോ വൈകുന്നേരം രാത്രി 9 മണിയോ 9 വരെയോ വരുന്ന ഇവിടെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ആ ഒരു ലക്ഷ്യത്തിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നന്നായാൽ നമ്മുടെ ഖബർ വെളിച്ചമാകും, നമ്മൾ മോശമായാൽ ആർക്കും അതുകൊണ്ട് ഛേദമില്ല, നമ്മളല്ലാതെ അതിൻ്റെ കുറ്റം വഹിക്കേണ്ടി വരില്ല എന്ന ബോധത്തോടുകൂടി ദീനീ മാർഗത്തിൽ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു പ്രബോധന പ്രവർത്തനം ഇത് ഈ ഒരു പ്രദേശത്ത് ഗുണകരമായി മനുഷ്യന്റെ മനസ്സിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാനുള്ള ഒരു മാർഗമായി മാറുമാറാവട്ടെ. പരസ്പര വിദ്വേഷങ്ങളും അകൽച്ചകളും പരസ്പരം ചീത്ത വിളിച്ചുള്ള മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു ഈ സമുദായത്തെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.